ഹലോ മക്കളെ, അപ്പോൾ നമ്മളുടെ 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് അല്ലേ, അല്ലെങ്കിൽ അറിയാനും പ്രതികരിക്കാനും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ മക്കൾക്ക് ഇതേ 10 മിനിറ്റ് കൊണ്ട് വെച്ച് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തരാൻ പോവുകയാണ്. അപ്പോൾ ഈ 10 മിനിറ്റ് നിങ്ങൾ കണ്ടിരുന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എക്സാമിന് ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നത്, ഈ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒറ്റയടിക്ക് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ഈ ചാപ്റ്റർ ഈ ഒരു സെഷൻ നമ്മൾ ഈ 10 മിനിറ്റ് കൊണ്ട് പഠിക്കുന്നത് യൂസ്ഫുള്ളായി ഭയങ്കര ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. ഓക്കെ, ഇതിൻ്റെ നോട്ട്സൊക്കെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ ഈ ചാപ്റ്ററിൽ നമ്മളോട് പറയുന്നത് നമുക്ക് സെൻസേഷൻസ്, ഒരു സെൻസ് ഉണ്ടാവുന്നത് എപ്പോഴാണ്? നമുക്കൊരു സ്റ്റിമുലൈ അല്ലെങ്കിൽ ഒരു ഉദ്ദീപനം വരുമ്പോഴാണ്. ഈ ഉദ്ദീപനം നമ്മളുടെ ശരീരത്തിലുള്ള റിസെപ്റ്റേഴ്സ്, ഗ്രാഹികൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ എന്താ അറിയുന്നത്. അത് പിന്നെ ഗ്രാഹികൾ ഇമ്പൾസസ് ആക്കി, ആവേഗങ്ങളാക്കി ബ്രെയിനിലൊക്കെ എത്തിക്കുമ്പോഴാണ് നമ്മൾ ആ സെൻസ് അറിയുന്നത്, അതിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്റ്റിമുലൈ എന്ന് പറയുക. ആൻഡ് ഈ സ്റ്റിമുലൈ നമുക്ക് ഇൻറ്റേർണൽ, ഉള്ളിൽ നിന്നും വരാം, പുറത്തു നിന്നും വരാം അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾക്ക് നമ്മൾ ഈ സ്റ്റിമുലൈനൊക്കെ നമ്മൾ അറിയാൻ സഹായിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മളുടെ ന്യൂറോൺസ് എന്ന് പറയുന്നത് നാഡീകോശം. ഈ നാഡീകോശങ്ങളുടെ ഓരോ ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോണ്, സെൽ ബോഡി, കോശ ശരീരം, ആക്സോൺ, നമ്മളുടെ ആക്സനൈറ്റ്, സിനാപ്റ്റിക് നോബ്, സിനാപ്റ്റിക് നോബിൽ നിന്ന് നമ്മളുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പം ഇതിലുള്ള ഓരോ ഫങ്ഷൻസും എന്താ ചെയ്യുന്നത്? സിനാപ്റ്റിക് നോബ് ന്യൂറോ ട്രാൻസ്മിറ്റർ വിടും, നമ്മളുടെ ആക്സോൺ എന്ത് ചെയ്യും? സെൽ ബോഡി, കോശ ശരീരത്തിൽ നിന്ന് ഇമ്പൾസസിനെ പുറത്തേക്ക് എത്തിക്കും. ഡെൻഡ്രൈറ്റ് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് ഇമ്പൾസസിനെ റിസീവ് ചെയ്യും. ഡെൻഡ്രോൺ അതിനെ നമ്മളുടെ കോശ ശരീരം, നമ്മളുടെ സെൽ ബോഡിയിലേക്ക് എത്തിക്കും. ഈ ഓരോ ഫങ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഭാഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് തിരിച്ചറിഞ്ഞ് ഫങ്ഷൻസ് എഴുതാൻ ചോദിക്കുക കേട്ടോ. പിന്നെ നമ്മളുടെ ആക്സോണിനെ ഇങ്ങനെ പൊതിഞ്ഞ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരാളാണ് നമ്മളുടെ മൈലിൻ ഷീത്ത് അല്ലേ. നമ്മുടെ ബോഡിയിൽ ഷ്വാൻ സെൽസ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എൻസർക്കിൾ ചെയ്ത് ചുറ്റി ഉണ്ടാവുന്നതാണ് മൈലിൻ ഷീത്ത്. അപ്പോൾ ഈ മൈലിൻ ഷീത്ത് നമ്മളുടെ ബോഡിയിലുള്ള ഇവിടേക്കുള്ള ന്യൂറോൺസ് ഒക്കെ ആണെങ്കിൽ ഷ്വാൻ സെൽസിനെ കൊണ്ടും ബ്രെയിനിൽ, മസ്തിഷ്കത്തിലും സുഷുമ്നയിലും സ്പൈനൽ കോഡിലും ആണെങ്കിൽ ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം സെൽസ് കൊണ്ടാണ് മൈലിൻ ഷീത്ത് ബ്രെയിനിലും സ്പൈനൽ കോഡിലും ഉണ്ടാകുന്നത്. ആൻഡ് മൈലിൻ ഷീത്തിൻ്റെ ഫങ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എക്സാമിന് ചോദിക്കാറുണ്ട്. നമ്മളുടെ സെൽസിന് ന്യൂട്രിയൻസ് കൊടുക്കുക, ഓക്സിജൻ കൊടുക്കുക, ആവേഗങ്ങളുടെ ഇമ്പൾസസിൻ്റെ കണ്ടക്ഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യുക, പിന്നെ എക്സ്റ്റേണൽ ഷോക്കിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മളുടെ മൈലിൻ ഷീത്തിൻ്റെ ഫങ്ഷൻസ്. പിന്നെ നമ്മളുടെ എങ്ങനെയാണ് ഇമ്പൾസസ് ഉണ്ടാക്കുന്നത്, ആക്സോണിലൂടെ ഇമ്പൾസസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ആക്ഷൻ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതെങ്ങനെയാണ് കണ്ടക്റ്റഡ് ആവുന്നത്. ഒരു ഇമ്പൾസ് ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ നമ്മൾ എന്തുണ്ടാവുകയാണ്? അയോണുകളുടെ വിന്യാസത്തിൽ, അയോണുകളുടെ അറേഞ്ച്മെൻറ്റിൽ മാറ്റം വരും. ഉള്ളിൽ പോസിറ്റീവും പുറത്ത് നെഗറ്റീവായിട്ട് മാറും. ഈ ചേഞ്ച് തൊട്ടടുത്തുള്ള ഭാഗത്തിന് ഇതേപോലത്തെ ചേഞ്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉദ്ദീപിപ്പിക്കും, സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെ ഇത് ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. അതെങ്ങനെയാണ് പോകുന്നതെന്നുള്ളതും ചോദിക്കാറുണ്ട്. ദെൻ അടുത്തൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം നമ്മളുടെ സിനാപ്സ് ആണ്. എന്താ മക്കളെ സിനാപ്സ്? 2 ന്യൂറോണുകൾ, അല്ലെങ്കിൽ ഒരു ന്യൂറോൺ, ഒരു മസിൽ സെല്ലും. ഒരു ന്യൂറോണും ഒരു നാഡീകോശവും ഒരു പേശീകോശവും, അല്ലെങ്കിൽ ഒരു ന്യൂറോണും ഒരു ഗ്ലാൻഡുലാർ സെല്ലും തമ്മിലുള്ള ജംഗ്ഷന് നമ്മൾ എന്ത് പറയും? സിനാപ്സ് എന്ന് പറയും. ഈ സിനാപ്സ് 3 തരത്തിലുണ്ട്. ഈ സിനാപ്സിൻ്റെ ഇടവിലേക്ക് സെക്രീറ്റ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസിന് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റർ, അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? നാഡീയ പ്രേഷകം എന്ന് പറയും. അസിറ്റൈൽ കോളിനും ഡോപ്പമീനുമാണ് 2 എക്സാമ്പിൾസ്. 2 ടൈപ്പ് ഓഫ് ന്യൂറോൺസിന് എൻ്റെ മക്കൾക്ക് അറിയാമല്ലോ. സെൻസറി ന്യൂറോൺസും മോട്ടോർ ന്യൂറോൺസും. സംവേദ ന്യൂറോണും പ്രേരക ന്യൂറോണും. നമ്മൾ ഈ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്ത് ഉണ്ടാവുന്ന ഇമ്പൾസസിനെ നമ്മുടെ ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മൾ സെൻസറി ന്യൂറോൺ അല്ലെങ്കിൽ സംവേദ ന്യൂറോൺ. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് റെസ്പോൺസിനെ കൊണ്ടുവരുന്നതാണ് മോട്ടോർ ന്യൂറോൺ അല്ലെങ്കിൽ നമ്മളുടെ പ്രേരക ന്യൂറോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂറോണുകൾ ചേർന്നുണ്ടാവുന്നതാണ് നമ്മളുടെ നാഡികൾ. ഓക്കെ, സെൻസറി ന്യൂറോൺസ് ചേർന്നിട്ട് സെൻസറി നാവ് അല്ലെ പ്രേരക നാഡി, മോട്ടോർ ന്യൂറോൺസ് ചേർന്നിട്ട് മോട്ടോർ നാവ് അല്ലെങ്കിൽ നമ്മളുടെ സെൻസറി ന്യൂറോൺസ് ചേർന്നിട്ട് സംവേദ നാഡി, മോട്ടോർ ന്യൂറോൺസ് ചേർന്നിട്ട് നമ്മളുടെ പ്രേരക നാഡി. ഇത് 2 ഫങ്ഷൻസും ചെയ്യുന്ന നാവ്സ് ആണെങ്കിൽ സമ്മിശ്ര നാഡി എന്ന് പറയും, അല്ലെങ്കിൽ മിക്സഡ് നാവ് എന്ന് പറയും. പിന്നെ നമ്മളുടെ നമ്മളുടെ ബോഡിയിലുള്ള എല്ലാ ഫങ്ഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ് നമ്മളുടെ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ലെയർഡ് കവറിങ് ഉണ്ട്, മെനിഞ്ചസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബ്ലഡിൽ നിന്ന് പോകുന്നതും ബ്ലഡിൽ നിന്ന് തിരികെ അബ്സോർബ്ഡ് ആവുന്ന സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. പിന്നെ ബ്രെയിനിൻ്റെ ഭാഗം ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ് നമ്മളുടെ സെറിബ്രമാണ് നമ്മളുടെ തിങ്കിങ്, നമുക്ക് ചിന്ത ഉണ്ടാക്കുന്നത്, സെൻസേഷൻസ്, ഇന്ദ്രിയാനുഭവങ്ങൾ ഉണ്ടാക്കുന്നത്, മെമ്മറി, ഇൻ്റലിജൻസ്, ഇതെല്ലാം ഉണ്ടാക്കുന്നത് നമ്മളുടെ സെറിബ്രമാണ്. സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് സെറിബെല്ലം, ബോഡി ബാലൻസ്, ശരീരത്തിൽ
തുലനനില പാലിക്കുക എന്നുള്ളതാണ്. തലാമസ് ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം, അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, നമ്മളുടെ ഇമ്പൾസസ് വരുന്നതിൽ ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിനെ മാത്രം ഇങ്ങോട്ട് കൊണ്ടുപോകും. റിലേ സെൻറ്ററാണ്. ഹൈപ്പോ തലാമസ് ഹോമിയോസ്റ്റാസിസ്, ആന്തര സമസ്ഥിതി, മെഡുല്ല ഒബ്ലോങ്കേറ്റ, ഇൻവോളണ്ടറി ആക്ഷൻസ് അല്ലെങ്കിൽ അനൈച്ഛിക ചലനങ്ങൾ. പിന്നെ നമ്മളെ സ്പൈനൽ കോഡിൻ്റെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെൻട്രൽ കനാലിനുള്ളിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, ഇത് ഡോർസൽ റൂട്ട്, ഇത് വെൻട്രൽ റൂട്ട്. ഡോർസൽ റൂട്ടിലൂടെ സെൻസറി ന്യൂറോൺസ് അല്ലെങ്കിൽ സംവേദ ന്യൂറോൺസ്, വെൻട്രൽ റൂട്ടിലൂടെ നമ്മളുടെ മോട്ടോർ ന്യൂറോൺസ് അല്ലെങ്കിൽ മോട്ടോർ ഇമ്പൾസസ് അല്ലെങ്കിൽ പ്രേരക ആവേഗങ്ങളാണ് പോവുക. ആൻഡ് എന്താണ് റിഫ്ലെക്സ് ആക്ഷൻ? സഡൻ ആയിട്ട് പെട്ടെന്നുണ്ടാകുന്നതും ഇൻവോളണ്ടറി ആയിട്ടുണ്ടാകുന്ന അനൈച്ഛികമായിട്ടുണ്ടാകുന്ന റെസ്പോൺസസിനെയാണ് നമ്മൾ എന്ത് പറയുക, റിഫ്ലെക്സ് ആക്ഷൻസ് എന്ന് പറയുക. ഇത് രണ്ട് ആൾക്കാർ കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ചുണ്ട്. സെറിബ്രൽ റിഫ്ലെക്സും ഉണ്ട്, സ്പൈനൽ റിഫ്ലെക്സ് ഉണ്ട്. സ്പൈനൽ കോഡിലെ സുഷുമ്നെ കൺട്രോൾ ചെയ്യുന്ന സ്പൈനൽ റിഫ്ലെക്സും സെറിബ്രം അല്ലെങ്കിൽ നമ്മളുടെ കൺട്രോൾ ചെയ്യുന്ന സെറിബ്രൽ റിഫ്ലെക്സ്. ഇപ്പം നമ്മളൊരു കാലിൽ മുള്ളു തെറിച്ചു, നമ്മൾ കാല് വലിച്ചു, സെറിബ്രലാണ് അല്ല, സ്പൈനൽ കോഡ് കൺട്രോൾ ചെയ്യുന്നത് സ്പൈനൽ റിഫ്ലെക്സ് ആണ്. നമ്മൾ കണ്ണിലേക്ക് ലൈറ്റ് അടിച്ചു അല്ലെങ്കിൽ കണ്ണിലേക്ക് ഒരു പ്രാണി വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ണടക്കുകയാണ്, അത് സ്പൈനൽ കോഡാണ്, സുഷുമ്നയാണ്. അപ്പോൾ അതിന് നമ്മൾ സ്പൈനൽ റിഫ്ലെക്സ് എന്ന് പറയും. ആൻഡ് റിഫ്ലെക്സ് ആക്ഷൻ്റെ ആ ഒരു പാത്വേ, അതിനെയാണ് നമ്മൾ റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയാം. നമ്മളുടെ ഇമ്പൾസസ് നമ്മളുടെ ബോഡിയിലൂടെ ഇങ്ങനെ പോകുന്ന ആ ഒരു പാത്വേനെ നമ്മൾ എന്ത് പറയും, റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയും. ആദ്യം എന്തുണ്ടാവുകയാണ്, സ്റ്റിമുലസ് ഉണ്ടാവുകയാണ്. സ്റ്റിമുലസിന് ആര് റിസീവ് ചെയ്യും, നമ്മൾ റിസെപ്റ്റേഴ്സ് റിസീവ് ചെയ്യും. റിസെപ്റ്റേഴ്സ് അതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകും. സെൻസറി ന്യൂറോൺസ് നമ്മൾ സ്പൈനൽ കോഡിൽ എത്തിക്കുമ്പോൾ അവിടെ ഇൻ്റർ ന്യൂറോൺ വഴി, മോട്ടോർ ന്യൂറോൺ വഴി, പിന്നെ നമ്മൾ എഫക്റ്റർ മസിലെത്തുകയാണ്. ഇനി നമ്മളുടെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിൻ്റെ രണ്ട് ആൾക്കാരാണ്, സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും. അതിൽ ഇവരുടെ ഫങ്ഷൻസ് തന്നിട്ട് ഓരോരുത്തരും കൺട്രോൾ ചെയ്യുന്ന തന്നിട്ട് നമ്മളോട് അതിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറയും. അപ്പോൾ ഹാർട്ട് ബീറ്റ് കൂട്ടുക, ട്രക്കി എക്സ്പാൻഡ് ചെയ്യുക, സെലൈവറിയുടെ പ്രൊഡക്ഷൻ കുറയ്ക്കുക, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുക, അങ്ങനെ എനർജി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും സിമ്പത്തറ്റിക്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ നോർമൽ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ പാരാസിമ്പത്തറ്റിക്. അത് മാത്രം ആലോചിച്ചാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് 3 അസുഖങ്ങളാണ്, അൽഷൈമേഴ്സ്, പാർക്കിൻസൺസ് ആൻഡ് എപ്പിലെപ്സി. അൽഷൈമേഴ്സ് മറവി രോഗമാണ്. നമ്മുടെ ബ്രെയിനിൽ ഇൻസോല്യൂബിൾ ആയിട്ടുള്ള അലേയമായ ചില പ്രോട്ടീനുകൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ന്യൂറോൺസ് നശിക്കുകയാണ്. ഫ്രണ്ട്സിന് ഓർമ്മയുണ്ടാവില്ല, ഒന്നും നമുക്ക് മെമ്മറി ലോസ് ഉണ്ടാവുകയാണ്. ഡെയിലി റുട്ടീൻ നമ്മൾ ദിവസവും ചെയ്യുന്ന ദിനചര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ആവാം. പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബ്രെയിനിൽ സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺസ് നശിക്കുന്നത് മൂലം ഡോപ്പമീൻ്റെ പ്രൊഡക്ഷൻ കുറയാണ്. ശരീരത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുക, പ്രൊഫ്യൂസ് സലൈവേഷൻ, വായന്ന് ഇങ്ങനെ ഉമിനീര് വന്നുകൊണ്ടേയിരിക്കുക, കൈ ഇങ്ങനെ വിറയ്ക്കുക, ബോഡി ഇങ്ങനെ വിറയ്ക്കുക, അതൊക്കെയാണ്. എപ്പിലെപ്സി അല്ലെങ്കിൽ അപസ്മാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ്, ക്രമരഹിതമായും തുടർച്ചയായും ഉണ്ടാകുന്ന വൈദ്യുത പ്രവാഹങ്ങളാണ് ഇതിന് കാരണം. നമുക്ക് എന്തുണ്ടാകും, കൺവൾഷൻസ് ഉണ്ടാകും, എപ്പിലെപ്സി ഉണ്ടാകും, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മസിൽ കോൺട്രാക്ഷൻ കാരണം. പിന്നെ നമുക്ക് എന്താ, ഫ്രോത്തി ഡിസ്ചാർജ്, വായിൽ നിന്ന് നുരയും പതയും വരിക, ക്ലൻച്ചിങ് ഓഫ് ടീത്ത്, പിന്നെ നമ്മൾ അൺകോൺഷ്യസ് ആവാം. ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഭാഗങ്ങൾ എൻ്റെ മക്കൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് ക്ലിയർ ആയതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ.